வணக்கம் மக்களே, வெல்கம் டு சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. அப்படியே கூட நம்ம கசின் விஜய் ஜாயின் பண்ணியிருக்காரு. வணக்கம். ஹலோ. ஓகே கைஸ், எல்லாம் பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2 குள்ள போயிடலாம். எஸ். പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വന്നവരാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്ന് പരിഗണന കണ്ടോണ്ട് ചോദിച്ചതാണ്. ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല, വാടകയ്ക്ക് ഒരു മുറി നോക്കി വന്നതാ. വാടകയ്ക്കോ? മന്ത്ലി ആണോ ഡെയിലി ആണോ? അയ്യോ, ഞങ്ങൾക്ക് 1 മണിക്കൂർ നേരത്തേക്ക് മതി. അയ്യോ, വാടകയൊന്നും ഇല്ലാത്ത കുറച്ചേരം സംസാരിച്ചിരിക്കാനാ. ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഹോട്ടലെല്ലാം ഭയങ്കര വഴിയുണ്ട്. Walking in the moonlight, I'm thinking of നിലാവുള്ള രാത്രി. നീ എന്നെ പറ്റി ചിന്തിച്ചിരിക്കാണ്. ചിന്തിക്കാൻ പറ്റിയ ഒരു ജന്തു പിശാച് മറക്കാൻ ശ്രമിക്കുക. എല്ലാം മറക്കാൻ ഞാനൊരു സാധനം തരാം. എന്തേത്? ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ന്യായമായി ചേർത്തിട്ട് ഇങ്ങനെ അടിച്ച് വാള് നോക്കൂലേ? വിസ്കി. നീ എന്തിനാ അങ്ങോട്ട് നോക്കണ? വണ്ടി അവിടെ ഉണ്ട്. നീ അടിച്ച് വീലാൻ വേണ്ടി വണ്ടിയുടെ വീലെങ്ങാനും ഒരു വിറ്റ. എന്നാണ് വണ്ടിയുടെ ബമ്പർ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ടല്ലോ അടിച്ച് എവിടെ നടന്നത്? ചരിത്രം പൗരതരം പറഞ്ഞിട്ട് നീ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കണ്ട. അതിന്റെ കൂടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കഴിക്കാനൊന്നുമില്ല, വേണമെങ്കിൽ മണക്കാൻ അമൃതാജ്ഞം തരാം. രണ്ടെണ്ണോ? ഇതാള് തണ്ടറാണേ. അതൊന്നും കുഴപ്പമില്ല. എന്ത് പണ്ടാറില്ല അവിടെ തലക്കടിച്ച് ബോധമില്ലാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാല്ലേ, സ്വസ്ഥ ഉണ്ടാവില്ല. ഇതിനടാ പുതു സുന്ദരോ, എന്താടാ വണ്ടിയിലൊരു വെളിച്ചം? അത് മിന്നാമിനിങ് ആയിരിക്കും. മിന്നാമിനിങ് ഇത്രയും വെട്ടോ? ചിലപ്പോ അത് ഫാമിലി ആയിട്ട് വന്നിട്ടായിരിക്കും. അവിടെ എന്താ കുടുംബയോഗോ? അവരായി അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ. നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത്? സ്ത്രീയടല്ലേ. എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണെന്ന് ഞാൻ അറിയണ്ടേ? നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി. അരമണിക്കൂർ? അതെന്താ? മൊത്തം 1 മണിക്കൂർ വേണമെന്ന് അവര് പറഞ്ഞതേ. ആര്? ഒരു ഫാമിലി. ഒരാണും പെണ്ണും 1 മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാ. അതിന്റെ അഡ്വാൻസ് ഉണ്ട് ഇതൊക്കെ വാങ്ങിയത്. ഇത്രയും വിളിച്ചോണ്ടൊക്കെ നിന്നെ അറിയിക്കുന്നു ഞാൻ അറിഞ്ഞ. അല്പം നേരത്തേക്കൊന്ന് കണ്ണടച്ചൂടെ? എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് എനിക്ക് 500 രൂപ. ഒരു അരമണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് 100 രൂപ കിട്ടും. നീ പോയി അവരെ ഇറക്കി വിടുന്നത് ഞാനോട് ചെല്ലണോ? ഈ വണ്ടി കൊണ്ട് നമുക്ക് ഗുണമില്ല, നാട്ടുകാർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ. ഇതുകൊണ്ട് അടി മേടിക്കാനല്ലാതെ അരി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. ബസ് എന്ന് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല. എന്താണ് നീ പറഞ്ഞ? വണ്ടിന്ന് ഓടി വരും. പിന്നെ മിസ്സായി. இத நான் பார்த்ததில்ல. செமையா இருக்கு. മുട്ട പുറത്തു പോകുന്നു. അയ്യോ അയ്യോ കട്ട് Sorry, acha. Okay.
ஐயோ சும்மா இப்படி அடிச்சுக்கிட்டே போறாரா ராமஞ்சல் அடிச்சுட்டே ஓடுறாரு. சவுண்ட் எஃபெக்ட்ஸ் என்ன பண்ணிருக்காங்க? ஆமா ഹലോ ഹലോ ഇത് കളിക്കണേ ഇപ്പൊ ഹലോ എന്ന് കാറ്റ് എഫക്ട് അത് കഴിഞ്ഞിട്ട് ഹലോ എന്ന് പറഞ്ഞു ഇവിടെ അടി നടക്കണ്. അതിലും വലിയ അടിയാണ് ഇവിടെ നടക്കുന്നത് എന്റെ മോ. ഇത് പോലീസ് സ്റ്റേഷനല്ലേ? പിണ്ണാക്കനുണ്ട് വിലന്നോ കിലോ 4 രൂപ പിണ്ണാക്കലടാ പരുത്തിക്കോട്ട. കഴിച്ചിരടാ ஐயோ போய் போட்டா ஐஸ்கிரீம் ஊறுகாய் எல்லாம் மூக்குல இவர் வேற. இவர் ஸ்காட்ச் கையில இருக்காரா ஆமா. ഇരുട്ടാണല്ലോ കുഴപ്പമില്ല ലൈറ്റ് ഇട്ടിട്ട് ഇരുട്ടടി അടിക്കാം லைட் இட்டு இருட்டடி அடிப்பாரா സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ஐயோ பாம். ഇവനില്ലാത്തത് ഭാഗ്യാട്ടോ இவர் மணி வந்துருக்காங்க லெஜெண்டரி தர்மம் தர்மம் ஐயோ பூச்சு பூச்சு മാടിയില്ല എന്റെ മൂക്കിന്റെ പാലമായി ഉമ്മാർ ഇടിച്ചു പൊളിച്ചത്. പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നു സാർ. അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം എന്റെ ഫ്രിഡ്ജ് പോയി, മിക്സി പോയി, അതൊക്കെ പോട്ടെ. എനിക്ക് ഗിഫ്റ്റ് ആയി കിട്ടിയ ഒരു കുപ്പി സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ ഉമ്മാർ എന്നെ തന്നെ തല്ലി. വെളിവുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഞങ്ങളെ നിരപരാധികളായിട്ട് കാണും സാർ. ഒരു കോഴിമുട്ടക്ക് എന്താ വില? കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല, നോൺ വെജിറ്റേറിയൻ. മിണ്ടരുത്. 1.25 രൂപ വരും. முட்டை கிறிஸ்டன் முட்டை சாப்பிட மாட்டாரு அவர் நான்வெஜ் தெரியும் അതുപോലത്തെ 152 മുട്ടയാണ് ഉമ്മാർ എറിഞ്ഞു കളിച്ചത്. അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമി ഒരുക്കുമെന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ? വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ? സാറിനെ ഞങ്ങള് ബാക്കി വെച്ചില്ലേ? അതെല്ലാം പോട്ടെ. നീ ഞാൻ വീണത് രാവിലെയും വൈകിട്ടും ദൈവത്തെ പോലെ തിരികെത്തിക്കുന്ന എന്റെ അച്ഛന്റെ ഫോട്ടോ ഇവന്മാർ അടിച്ച് തകർത്തു. അതിനെന്താ പരിഹാരം? ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ ഇരിക്കാണ്. അത് സാറ് കൊണ്ടുപോയി വേണമെങ്കിൽ ഫുൾ ടൈം വിളക്ക് വെച്ചല്ലേ? ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ ദേ ഈ ഫയൽ ഒന്ന് നോക്ക്. ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. സാറേ, കഴിഞ്ഞ 2 വർഷമായിട്ട് എന്റെ കടയുടെ മുമ്പിൽ ഒരു വണ്ടി ഇടാറ്. ദാ, പുതിയ പരാതി എഴുതിക്കോ. ദേ, ഇത് തന്നെ എഴുതി. എഴുതിക്കോ. അതല്ല സാർ, മാത്രം ഇട്ടാ മതി. ആ, കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുമായിരുന്നു. ശ്ശോ. ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം. വേറെ ആരും സഹായത്തിനില്ലാത്ത കുട്ടികളാ. സാറും കൂടി കൈമലർത്തിയാല് കൃഷ്ണപിള്ള പറഞ്ഞുകൊണ്ട് വിടാം. 3 വർഷം ജയിലഴിയെണ്ണാനുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യിൽ. ഏതായാലും വണ്ടി ഞാൻ വിടില്ല. ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും. ആ വയ്ക്കോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, ആ. വളരെ നന്ദിയുണ്ട് സാർ. ശരി. വാ പോ. ഡ്രസ് ചോദിക്കണ്ടേ നമ്മുടെ? എന്താടാ ഇന്ന് പരിങ്ങണേ? അത് പിന്നെ ന്യൂഡാ കൂടാ കൂടെയല്ല, ഷർട്ടും മുണ്ടും. ഷർട്ടുമുണ്ട്. അല്ല, ഇത് എടുത്തോണ്ട് ഞങ്ങള് വെളിയിൽ പോയാല് നാട്ടുകാര് ഞങ്ങളെ ഒരു ഫോറിനേഴ്സ്. എടാ നീയൊക്കെ അമേരിക്ക പോയപ്പോൾ ഫോറിനേഴ്സ് എന്ന് വിളിക്കടാ. ആ ഷർട്ടുമുണ്ട് എടുത്തോളത്തെ. അതൊക്കെ പോട്ടെ. ഇന്ന് ബാങ്കിൽ ചെന്നാൽ ലോണിന്റെ ആദ്യ ഗഡു തരാമെന്ന് കൈമൾ സാർ പറഞ്ഞതല്ലേ? ആ ഒരു കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? இமன் சார் யார் ഇവിടുന്ന് നേരെ ബാങ്കിലേക്ക് പോയാലോ? ഹാ, വണ്ടി കാണാന്ന് പറഞ്ഞ എന്ത് ചെയ്യും? വണ്ടി എന്തിനാ കൊണ്ടുവരുന്നത്? സാറിന് കാണണോന്ന് പറഞ്ഞു. ഓ അത് സാരമില്ല. ഇന്നലെ എന്റെ ഭാര്യ കണ്ടു. എപ്പോ എവിടെ വെച്ച്? എന്റെ വീട്ടിൽ വെച്ച് TV ഇന്റർവ്യൂല്. ഭാഗ്യം. അവളെ അറിയോ? എവളെ? എന്റെ ഭാര്യയെ. അവളുടെ പേര് ഭാഗ്യം. ഭാഗ്യം. ഓ ഭാഗ്യം. ചേച്ചിയെ പരിചയപ്പെടണമെന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം. ഒരു കൊട്ട ആപ്പിളും പരിപ്പോടെ ഒക്കെ അങ്ങോട്ട് പോയാ. ആ പിന്നെ ഓ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്ന് GM വിളിച്ചിരുന്നു. ഇന്റർവ്യൂല് ബാങ്കിന്റെ പേര് എടുത്തു പറഞ്ഞത് പുള്ളിക്കാരൻ വലിയ സന്തോഷമായി. ഭാഗ്യം. അല്ല, ബാങ്കിന്റെ പേര് പറഞ്ഞ നന്നായില്ലേ ഇപ്പൊ? അതെ. വണ്ടിയുടെ ആൾട്രേഷൻ പണിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ടതുകൊണ്ട് RC ബുക്ക് എടുത്തിട്ടില്ല. ഓഹോ, വണ്ടിയുടെ പണിയെന്ന് കഴിയും. എപ്പോഴേ കഴിഞ്ഞു. അത് കൂടിപ്പോയാ 3 ദിവസം. പണി കഴിഞ്ഞാൽ ഉടനെ വണ്ടി എന്നെ കൊണ്ടൊന്ന് കാണിക്കണം. ആ. അപ്പൊ RC ബുക്ക് കൊണ്ടുവരണം. ഓ. അതിനുശേഷം അതിന്റെ അടുത്ത ഗഡു 40% തരും. ഹലോ സുധാര, മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റിലുള്ള ആദ്യ ഗഡു ഒരു 20,000 റുപ്പീസ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പൊ തന്നെ കൊടുത്തേക്ക്. ഓക്കെ? ആ ചെല്ലു, സുധാരണ ഉണ്ടാ മതി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സോറി, ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ.
ഒരു കോംപ്ലിമെന്റ്. പോയ ബുദ്ധിയും തന്ന ഇടിയും തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്താടാ നിനക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടാ? ഇടിയടാ ഇടിയടാ. ഞങ്ങള് ബുക്കും പേപ്പർ ആയിട്ട് വന്നാണ് സാർ. പിന്നെ പേന നിന്റെ അപ്പം കൊണ്ടുവരോടാ. അയ്യോ വണ്ടിയുടെ ബുക്കും പേപ്പർ ആയിട്ട് വന്നാണ് സാർ. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ? എല്ലാം റെഡിയായി വെച്ച് തോന്നിവാസനാണ് പാവം. ഇല്ല സാർ, ഞങ്ങളൊരു മൊബൈൽ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള പരിപാടിയാ. സാങ്ഷൻ ഒക്കെ ഇതിനകത്തുണ്ടോ സാർ? ആ എസ് കണ്ടാ മതി, ഞാൻ പറഞ്ഞു പറ. ഓ ശരി സാർ. ഡാടാ, ആ. നിനക്ക് ഹിന്ദി അറിയാമോ? ഏ? ഹിന്ദി. ഇവനറിയാം. അച്ഛാ ആഹാ, എന്താ ദേ ഇവരോടൊന്ന് ചോദിച്ചേ, ജ്വല്ലറി കയറി ആരാ മോഷ്ടിച്ചെന്ന്. ആരാ? വ്യക്തമായിട്ടവർക്ക് മനസ്സിലാവണം. ഒന്ന് പിടിച്ചേ സാർ, ഒന്ന് അങ്ങോട്ട് നീങ്ങിനെ. അനിയനെ ഇങ്ങോട്ട് കേറിയില്ലേ? അല്ല ഒന്ന് ഇടിച്ചിട്ട് ചോദിക്കുമ്പോ അതിന്റെ ഒരു ഇടി ഞാൻ ഇടിച്ചോളാം, നീ ചോദിച്ചാ മതി വ്യക്തമായി. ബനാന. ബനാനല്ല, ഹിന്ദിയില് അച്ഛാ, കുച്ചിനായി കർത്താ സാബ്. എന്താടാ ഇവൻ പറഞ്ഞ? കൊറച്ച് കറുത്ത നിറമുള്ള ആള് ചെയ്തു കർത്തവനാ? ആരുടെ കർത്ത്? ആരുടെ കർത്ത്? സാർ. അയാളുടെ പയറുമണി പോയിന്ന്. വയറുപണി നിന്റെ അച്ഛനെ പറിച്ചെടുക്കും. പിന്നെ ഹിന്ദി എന്താടാ ഹുസൂർ എന്ന് പറഞ്ഞ? സാറിന്റെ അച്ഛനെ വിളിച്ചതാ. മേരാച്ചാ. കൃഷ്ണേട്ടൻ കടടച്ചു പോയിന്നാ തോന്നണത്. വണ്ടിന്റെ എന്തെങ്കിലും ഇളകി വീണായിരിക്കും. നിന്റെ കരുനാക്ക് ഉളച്ചൊന്നും പറയാതിരിക്കോ? നീ ആ ലൈറ്റ് വന്നിട്ടെ. അയ്യോ അതേ ഇതെവിടെ തോന്നു കയറി? കണ്ടിട്ട് ഒരു കാബൂളി സ്റ്റൈൽ ഉണ്ട്. അപ്പൊ സംശയിക്കണ്ട, പോലീസ് സ്റ്റേഷനിൽ കണ്ട ഗ്യാങ്ങിപ്പെട്ട സാധനമായിരിക്കും. അല്ല ഈ പാണ്ടക്കെട്ടൊക്കെ ഫുൾ സെറ്റപ്പിലാണല്ലോ കിടക്കണത്. കിടക്കാൻ വേറെ ഒരു ഇടം കണ്ടില്ല. ഇന്നാള് കഴുകി വൃത്തിയാക്കിട്ട ഷീറ്റ് അത്. നീ ഒന്ന് പിടിച്ചേ. അയ്യേ, ഈ വൃത്തിയായിട്ട് സാധനത്തിൽ പിടിക്കാൻ എന്നെ കിട്ടുന്നില്ല. അതിനല്ല, പുറത്തുകൊണ്ട് വെക്കാനാണ്. നീ എന്തേ കാണിക്കുന്നേ? ഞാൻ പുറത്തേക്ക് കിടക്കണേ. അത് ശരി, ഞാൻ വിരിച്ചു നിന്റെ കട്ടിലേക്കായിരിക്കും. അത് പള്ളി പറഞ്ഞ മതി. ഓണായി. ഇത് മലയാളം അല്ല. ഇതിന് ഏത് ഭാഷ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കും? ഞാൻ പറയാം. സാരേ ജഹാംസെ അച്ഛ, ഈ വണ്ടിക്കകത്ത് കയറിയത് സാറിന് ഇഷ്ടായില്ല. ഹിന്ദു സിത്ത ഹമാര ഹമാര, ഈ വണ്ടി ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണ്. നിർത്തറ. വാട്ട്സ് യുവർ നെയിം? ഓ നാം പേർ പേർ. എന്റെ അമ്മോ, ഇത്രയും വലിയ പേര്. പേര് തന്നെയാണോ പറഞ്ഞത്? ആർക്കറിയാം? പാറ്റ. പാറ്റ. തെറ്റിദ്ധരിക്കണ്ട, പേരില് മാത്രമേ ഉള്ളൂ. ആ വണ്ടിക്ക് ധാരാളം കൂട്ടുണ്ട് ഇപ്പൊ. ഇപ്പൊ എന്റെ ബലമായ സംശയം ഇവള് സംസാരിക്കുന്ന ഗുജറാത്തിയാണോന്നാ. പണ്ട് ജാംനഗറിൽ വെച്ച് ഞാൻ മലയാളം അറിയില്ല, നീ പറ. പണ്ട് ജാംനഗറിൽ വെച്ച ടിക്കറ്റ് ഇല്ലാത്തതിന് ട്രെയിനിന്ന് എന്നെ ഇറക്കാൻ പോലീസുകാരൻ എന്നോട് ഒരു വാക്ക് പറയണ്ടായി. എന്താ? മൈ ഗോഡ്. ആ കിട്ടി. ആ കോനാര ബബ്ലൂജി. ആ അവക്ക് മനസ്സിലാവുന്നുണ്ട്. രാവിലെ മുതൽ നാട്ടുകാരടി, പോലീസുകാരടി, ഇപ്പൊ നിന്റെ അടി. ഞാനെന്തടി ചണ്ടേ? നിന്നോടൊന്ന് നാക്കോട്ട് സംസാരിക്കാൻ എന്റെ സ്വഭാവം മഹാപെശക. ഞാൻ ആരാന്ന് നിനക്കറിയില്ല. നിനക്കും അറിയില്ല. ഇന്നെങ്കിലും എന്റെ കാര്യങ്ങൾ നടത്തി തരണം. നിന്നോടല്ലാതെ ഞാൻ ആരോടാ ഈ കാര്യങ്ങളൊക്കെ പറയാ? ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ കൃഷ്ണ? എല്ലാം ഭംഗിയാക്കി തരണേ. സുന്ദര, ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങാ. ശകുനം നിക്കണ്ട. നിന്നെ കണ്ടോണ്ട് പോയ ഗതി കിട്ടില്ല എന്ന് നിനക്കറിയാലോ. ആ വണ്ടിയുടെ അടിയിലോട്ട് കേറി നിന്നോളൂ. ഇപ്പൊ മനസ്സില്ല. അങ്ങനെ പറയരുത് സുന്ദര. നിന്നെ കണി കണ്ടോണ്ട് നിന്റെ അച്ഛൻ കാളച്ചന്തയ്ക്ക് പോയപ്പോഴല്ലേ പോത്തു കുത്തിച്ചത്തത്. അങ്ങനെ നേരെ കയറി വരൂ. എന്താ ചെയ്യാ? പണ്ടാരടങ്ങാനായിട്ട് ഇനി എന്നെയും കണ്ടുപോയിട്ട് പോത്ത് കുത്തിച്ചാവണ്ട. അയ്യോ, ബാഗ് എടുത്തില്ല. அந்த பொண்ணு உள்ள இருக்குதுன்னு தெரியல. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞില്ലേ ഗ്രീസർ വെക്കരുതെന്ന്? ഈ പണ്ടാർക്കല്ലേ എപ്പോഴാണ് അതിനകത്ത് കയറിയത്? നീ ഇന്നലെ ഇറക്കി വിട്ടതല്ലേ? അതിലെ ചോദിച്ചാൽ എപ്പോഴാ കയറിയെന്ന്? വേഗം പിടിച്ചിറക്കി വിട്ടേനെ. അത് നിനക്കും ആവാം. ഞാൻ ഇത്തരം വൃത്തിയായിട്ട് കേസ് നന്നായിട്ട് ഡീൽ ചെയ്യാറില്ല. എന്നാ ഇപ്പൊ മാച്ചാണല്ലോ. നീ മാച്ചായല്ല. പിടിച്ചിറക്കി വിട്ടെ. ഞാൻ തിരിച്ചു വരുമ്പോ ഈ സാധനത്തിന് ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിലോ പറഞ്ഞങ്ങടെ ഇറക്കി വിട്ടേക്കണം.
പറഞ്ഞു വിട്ടേക്ക. ഇന്റെ അമ്മോ. മുടിഞ്ഞ പലിശ சொல்றது நல்லா கிளைண்ட் அவங்க ரொம்ப வெறுப்பு யூஸ் பண்ணுவாங்க. എന്ന് പറഞ്ഞാലേ കൃത്യാവൂ. എന്ത് ചെയ്യാനാ കൃഷ്ണേട്ടാ? വണ്ടിയുടെ പണി തീർത്ത് കൈമൾ സാറിനെ കാണിക്കാതിരിക്കാൻ പറ്റുമോ? പണിയിക്കാൻ തന്ന കാശെടുത്തല്ലേ വണ്ടി സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത്. എന്നാലും ഈ കഴുത്തറപ്പൻ പലിശ വേറൊരു വഴിയിട്ട് തെളിഞ്ഞ് കാണുന്നുമില്ല. വാസു പിരിവിനിറങ്ങും മുമ്പ് അങ്ങ് എത്ര வாசு ഒരു ഓട്ടോ പിടിച്ചങ്ങ് പോവാം. തൊട്ട മുതൽ ചുടലവരെ കലവുണ്ടാങ്ങി. എന്റെ അമ്മോ. ആ പള്ളിയിറക്കം കഴിഞ്ഞാ അവനിങ്ങോട്ട് വന്ന മുമ്പേ പടിയിറങ്ങിക്കോ. ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. പടയപ്പ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ദേ പൊക്കോ. ആ ബുക്കാറ ട്രെയിന്റെ സമയമൊന്നും എനിക്കറിയാൻ പാടില്ല. புக்காரி ബുക്കാറല്ലേ பசிக்குது ஹிந்தி ആ സാധാരണ ഞങ്ങൾക്ക് മുക്കാറ വന്നു കഴിഞ്ഞാ ഒരു മൊന്തോ വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു മുക്കാറ. இது செம famous. ഗർഭം ഗർഭാണോ? ദൈവമേ, ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും. 5-6 രോമം എന്റെ തലേന്ന് പോയെന്ന് വിചാരിച്ചു എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പോയ 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 ഇഡലി ഗർഭ, ദോശ தோசை ഗർഭ, கர்ப்பா. ஆபீஸ்ல இது யூஸ் பண்ணுவாங்க. பசிக்குது. നേരെ വീണ് വിശക്കുന്നുണ്ടല്ലേ? വിശക്കുന്നു. ആ, ഈ ഇഡ്ഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യില് പൈസ നൈ ഇല്ല. നൈ. ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ. ദുസ്താൻ ആ ദുഷ്ടൻ അവൻ എനിക്ക് പൈസ തന്നില്ല. പൈസ ഓ, ഭാഗ്യം. പൈസക്ക് എല്ലാ ഭാഷയിലും പൈസ തന്നെയാണ്. പൈസക്കാരിയാണല്ലേ? ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ? നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ, എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ. ദൈവമേ, എത്ര കാലമായി ഇതിന് 50 നോട്ടാ? നോട്ട് കണ്ടിട്ട് ചെലവാക്കാനും തോന്നണില്ല. ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു വെക്കാം. അപ്പൊ ഒരു ഫോട്ടോ സ്റ്റാറ്റിന്റെ കാശും കൂടി ഗർഭ. എന്ത് പോയ കാര്യം എന്തായിരുന്നു? RC ബുക്ക് കൊടുത്താ പൈസ തരാം. സിഗരറ്റ് അതങ്ങോട്ട് അടിച്ചിട്ട് കൊടുത്തേക്കായിരുന്നില്ല. അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോലൊക്കെ വെക്കാനാ? രാവിലെ ആ അലവലാതി പെണ്ണ കടി കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഒരു കാര്യം നടക്കൂലെന്ന്. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കോളും. അമ്മേ ഡാ, ഇവിടെ വാടാ. നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണമെന്ന്. ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ദേ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു. 15 രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു. ബാക്കി 35 രൂപയുടെ ഐറ്റംസ് காபி குடிச்சாரு നീ அவரு എന്തിനാ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത്? എവിടെയെങ്കിലും പോയി പണ്ടാ. അപ്പൊ ഞാൻ പട്ടിണിയായി പോവില്ലേ? അത് ശരി. എടാ, ഈ പെണ്ണിനെ കൊണ്ട് കളഞ്ഞേക്കണമെന്ന്. നീ ഒരു 10 രൂപ കണ്ടെന്ന് കിട്ടണ ബസ്സിൽ കയറ്റി വിട്ടോളാം. എന്റെ കയ്യിൽ 5ന്റെ പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുപോട്ടെ. ഞാൻ ചത്തുപോട്ടെ എന്നല്ലേ? എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശുണ്ടെന്ന്. ചേട്ടാ, സത്യമായിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല. എടാ, ഞാൻ എനിക്ക് വിശ്വാസം. എന്റെ അമ്മോ. ஐயோ. വീരപ്പൻ കുറുപ്പ്. ഇങ്ങോട്ടാ അങ്ങോട്ടും സാറ് വന്നിട്ട് ഒരുപാട് നേരമായോ? എന്താടാ മൊബൈൽ റെസ്റ്റോറന്റ് ഒക്കെ ചൂടായിട്ട് എന്തുണ്ട്? ചൂടായിട്ട് ഉണ്ണിയും. ആ 2 ഉണ്ണിയപ്പോ ഒരു ചായ എടുക്ക്. ചൂടായിട്ട് അതിലും വേണ്ടേ? ആ, അവിടെ ഉള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല, വണ്ടിയിലെ അടുക്കളയുടെ പണി അവിടെ ഉള്ളൂ. ഒരു ആരടാ അവള്? ആരടാ അവളൊന്ന്? ഓഹോ, കച്ചവടം തുറക്കുന്നതിന് മുമ്പ് പെൺപാണിപ്പ് തുറക്കില്ലടാ. സാറേ, അത് ഇവന്റെ പെങ്ങളാ. ശ്ശേ. രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ ഇവന്റെ പെങ്ങളാണെന്ന്. பெங்கள்டா சிஸ்டர். ഇവൻ പറയുന്നത് ശരിയാണോടെ വെച്ചേ? ബാസന്തി, ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി. പിന്നെ പിന്നെ ഞാനും. ഇവൻ നിന്റെ ആങ്ങളെ തന്നെ ആണോന്ന്? ബടാലുടലെ സാഡെ അന്തരി ബാഗ്ര മാതി പനാനി ബീക്കുരാനി അഞ്ചനെ ബഞ്ചറ. അച്ഛാ എന്താടാ അവള് പറഞ്ഞു? സത്യത്തിൽ ഈ ഭ്രാന്തിയാണ് സാർ. കഴുത്തിൽ താലി കെട്ടേണ്ട പുരുഷൻ കല്യാണത്തലേന്ന് റെയിൽവേ പാളത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് സാർ നോർമലായിട്ട് ജീവിക്കാൻ പറ്റുക? ഓ മൈ ഗോഡ്. നിനക്ക് ഞാൻ വിഷമിക്കല്ലേ നീ? സുന്ദര, വിഷമിക്കുന്ന പസിക്കരുത്. விஷமிக்க வந்து எத்தனை வயசாയി? வருத்தப்படாது. കഴിഞ്ഞ ചിങ്ങത്തിൽ 37. നിന്റെ കാര്യമല്ലോ ചോദിച്ചത്. പെങ്ങടാ. കുട്ടിക്ക് 25 വയസ്സായി. കണ്ടാൽ അത്രയും തോന്നൂലല്ലേ സാറേ? ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്താശുപത്രി നിന്ന് ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും. ഇവന്റെ പെങ്ങളായതുകൊണ്ട് ഞാനൊന്നും പറയാറുമില്ല. ഐ എം സോറി. ദൈവം ആ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. ഞാൻ പറ്റേ. നീ എന്താ പറഞ്ഞത്? എന്റെ പെങ്ങളാണ്, അവക്ക് തലക്ക് വട്ടാണ്. ഇനി അവക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ? എനിക്കൊന്നും പറയാനില്ല. 50 രൂപ അവളെവിടെങ്കിലും കൊണ്ട് കളയും. അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ? പെൺവാണിപ്പാണോന്ന്. ഇനി അതും കൂടി മതി, ബാക്കി എല്ലായി. നീ അവളെ കൊണ്ട് കളയണ്ടോ? എവിടെ നിന്നാണ് 50 രൂപ? ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി നിർത്ത്. എടാ, നീയല്ലേ എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്ത് നിന്റെ 5ന്റെ പൈസ ഇല്ലെന്ന്? 5ന്റെ പൈസ ഇല്ലാന്നല്ലേ പറഞ്ഞേ? ഇത് 50 രൂപ. 50 രൂപ പറ്റില്ല. എന്താ പറ്റാത്തെ? ഇത് 100 ആക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ. ബസ് കയറ്റി ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയുന്നതിന് എന്തിനാ 100 രൂപ? ബസ്സില പെങ്ങാമരം കൊണ്ടൊന്ന് ബസ്സിൽ പോകാൻ പറ്റുന്ന കാലമാണ്. ഞാൻ ഓട്ടോനെ പോവുള്ളൂ. നീയല്ലേ പറഞ്ഞ പിശാചന്റെ പെങ്ങളാണെന്ന്? എടാ, ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് ചെയ്യുന്ന വേറൊരു മുഖം ഞാൻ കണ്ടില്ല. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോ മാറ്റി പറയാൻ പറ്റുമോ? എന്നാലേ
എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. തിണ്ടി 50 രൂപ. ഉള്ള 100 വെച്ചിരിക്കാൻ രൂപയ്ക്ക് ഓട്ടോറിക്ഷ എവിടെ വരെ പോകുന്നോ അവിടെ കൊണ്ട് കളഞ്ഞേ. അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചു വരും. സുന്ദര, ആ. ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് പതുക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലോറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ. എടാ, പാണ്ടിലോറി ഇടിച്ചു എത്താൽ ഒരു അഭിമാനമുണ്ട്. എന്നാൽ ഈ പാട്ട കയറിച്ചാകലെന്ന് എന്റെ പ്രാർത്ഥന. എടാ, നീ അവളുടെ ബാണ്ടൊക്കെ എടുത്തോണ്ട് പോയേ. പോവാനുള്ള ഉദ്ദേശം ഉണ്ടോ? വണ്ടിക്കുള്ള അങ്ങ് ഓട്ട പൊട്ടിച്ച് കഴിഞ്ഞപ്പോ ദുഷ്ടൻ. ഞാൻ പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ലട്ടാ. ഇങ്ങോട്ട് വാചാ എന്റെ കൈ അത് ശവത്തിന്റെ കൈ ഒരു വാസവൻ എന്നെ. വൃത്തിയായിട്ടത് കുളിക്കാണ്ടടക്ക. ഇനി അവനാണോ? ആ നീയെപ്പെത്തി. ആ, ഞാൻ 10 മിനിറ്റായി വന്നിട്ട്. ആ മാരണത്തിന് എവിടെ കൊണ്ടേ കളഞ്ഞേ? ഓ, ഒന്നും പറയണ്ട. ഉം. ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത്. ആ. ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുർബാന കാണിച്ചു തരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കയറ്റി വെക്കും എന്റെ ഈശ്വര. പിന്നെ മാതാവിന്റെ അടുത്താണല്ലോ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെ ഇടയും കുത്തിയിരിക്കുന്നു. ഈ ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും. നീ എവിടെ നിന്ന് ഇറച്ചി അല്ല, ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും പറഞ്ഞതാ. ഇത് ഞാനൊന്നും സാപ്പിട്ട് തിന്നില്ലേ? കാണാൻ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കും. കുത്തണില്ല. ഡമ്മോ. നീ വല്ലതും കഴിച്ചാ? ഇതന്നെ ബ്രെഡും പഴം. ബ്രെഡും പഴവും. അതൊക്കെ ഗ്യാസാ. ഗ്യാസാ? അപ്പൊ പിന്നെ ഇത് വേണ്ടായിരിക്കുമല്ലോ. അത് വേണ്ടാന്ന് പറയോ? ഇത് ഗ്യാസിന് നല്ലതാ. അതിന്റെ മുക്കാൽ കേട്ടോ. സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ടൊന്നല്ല, ആ ജന്തുവിനെ കൊണ്ട് കളഞ്ഞാലുള്ള സന്തോഷത്തിനാ. ഈ കുപ്പിയും കൊണ്ട് പോകോ പിശാചി. ഗുഡ് മോർണിംഗ് സാർ. എന്താടാ ഇത് പരിഗണന? എന്താടാ ഇത്? അത് സാറിനെ കണ്ട് പേടിച്ച് മൂത്രം പോയതാ. മൂത്രത്തിൽ കല്ലെന്ന് കേട്ടിട്ടുണ്ട്. എന്താടാ ഇത് ചില്ലി? ഒരു കുപ്പി പൊട്ടിയതാ സാറേ. കുപ്പിയാ? അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി എടുത്ത് വെച്ചതാ. അപ്പളാ സാറിന് തട്ടിയിട്ട് കുപ്പി ഇങ്ങനെ പോയി. ശരിയാ സാറേ, അവന് ഈ മൂത്രത്തിൽ കുരുമുളകിന്റെ അസുഖമുണ്ടേ. കുരുമുളകാ? അല്ല, ഉപ്പിന്റെ അസുഖമുണ്ടേ. അതെ, ഇന്ദുപ്പിന്റെ. എവിടാ നിന്റെ പെങ്ങള്? പെങ്ങളാ? ആ നിന്റെ സിസ്റ്ററെ, അവൾ ഉറങ്ങിയ ഏ? ആശുപത്രിയില. എന്താടാ ഒരു ചേർച്ചയില്ലായ്മ? അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാറേ. ജാഥ? അല്ല, ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതുകൊണ്ട് ശബ്ദമൊന്നും മിണ്ടല്ല നമ്മള്. കോൺസ്റ്റബിളെ, ഓ ഓക്കെ ഓക്കെ ഓക്കെ. പെങ്ങളിന്ന് ഇവനെ എടാ തെണ്ടി, തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളല്ലാടാ നിനക്കുള്ളൂ. നിന്നെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലടാ ഇവളും ജനിച്ചത്. ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം അനുഭവിക്കുന്നവനാണടാ ഞാൻ. ഇവളെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കാടാ കലങ്ങിയത്. ഈ നിഷ്കളങ്കമായ മുഖത്തെ കൊണ്ട് നോക്കണം. ഈശ്വരാ, എന്തൊരു ചൈതന്യം. മോള് അവിടെ പോയി ചാച്ചിക്കോ, ഉറങ്ങിക്കോ. കൊച്ചിനാണ് ഇപ്പൊ ഭയങ്കര ഫേവറേറ്റ്. ചായം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട. ചായ ബജ്ജി. ഇനി സ്റ്റെപ്പ് വിട്ടോളൂ പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും. ചമ്മന്തി ആയിക്കളെ ഞാൻ. ചെക്ക് ചെയ്യുന്ന ഓർത്തോ? സാറിന് വേറെ ജോലിയില്ലേ? എന്തേ അല്ല പറഞ്ഞ? അല്ല, ഞങ്ങള് വേറെ ജോലിക്കും പോണ്ട് ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്നെന്തെങ്കിലും തെറി പറഞ്ഞായിരിക്കും. നീ ചെട്ടിക്കാട് കുർബാന കാണിക്കാൻ കൊണ്ടുപോയല്ലടാ. പാലാരിവട്ടത്തേക്ക് ഇവിടുന്ന് വെറും 10 രൂപയുള്ളൂ. എടുക്കണേ 90 രൂപ. ബാക്കി 92 രൂപ തിന്നു. എടാ വേണ്ടടാ, ആക്ച്വലി ഇത് തന്നെ. ഇങ്ങനെ തല്ലരുത്. ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷ പറയാനാ? അമൃതാഞ്ജനുണ്ട് വേണ. കയ്യിൽ വെച്ചു, ആവശ്യം വരും. ഇതിന്റെ എവിടെയൊക്കെയാണ്? പഞ്ചർ വിട്ടേ. നീ എന്തായി കാണിക്കണേ? കണ്ടൂടെ? ഇങ്ങനെയൊന്നല്ല പഞ്ചർ നോക്കുന്നത്. ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ. അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും. അവിടെ പഞ്ചർ ഉണ്ടാവും. ഒരു ഇരിക്കൽ എടുത്തോണ്ട് കുത്തുക. ബസ് മുതലോട് ചവിട്ടിട്ട് പറയടാ, ബാക്കി പറയടാ. എന്താ കൃഷ്ണേട്ടാ? കൈമൾ സാർ വന്നിട്ടുണ്ട്. എവിടെ? ഈശ്വര, പണി കഴിഞ്ഞ് വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്. അത് ഇപ്പൊ എന്ത് ചെയ്യും? തൽക്കാലം വണ്ടി അയാളുടെ കണ്ണിൽ പെടണ്ട, എങ്ങോട്ടെങ്കിലും മാറ്റ്. ഞാൻ എന്തെങ്കിലും അവതാ പറഞ്ഞ അയാളെ തണുപ്പിച്ചു വിട്ടോളാം. ചെല്ല്. സുന്ദര, എന്താണ് ഇത്? മുൾക്കിരീടോ? ആ, ഇതിപ്പോ എനിക്ക് മുൾക്കിരീടം മൊയിലാളിയല്ലേ പറഞ്ഞത് പഞ്ചറുള്ള മുള്ളൻപള്ളി. കയറ്റി വെക്കാൻ. ഇത് മുഴുവൻ പഞ്ചറാ. ഒന്നും കൂടി അല്ല, ഈ കടയിലെ കാശാര് കൊടുക്കും. കടയിലോ? എന്തിന്റെ? അവിടെ നിന്ന് ഒരു ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ ആ തിരക്കിൽ പണ്ടാരിറങ്ങി കുത്തിക്കയറ്റി വെച്ചത്. ഓ, ഈ മുടിഞ്ഞവൻ കൈവച്ച കാശ ചൂലേ. ഒന്നുകൂടെ വേണോ? ഓടോ. എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങി നടക്കേണ്ടി വരും എന്റെ പേടി. ஆக்சுவலி இதை ஞாபகம் எனக்கும் குளிச்சுட்டு அழகா எனக்கு லிட்டரலி எல்லாமே நான் நம்ம அங்க எங்கேயும் சொல்லி ஃபுல் படம் பார்த்துட்டு போலையே. மேபி பார்க்க தான் ஞாபகம் வருது எனக்கு. இது பார்க்காம கேட்டீங்கன்னா எனக்கு ஒன்றும் தெரியாது. ഇവിടെ എന്തിനുള്ള പുറപ്പാടാ? ആത്മഹത്യ ചെയ്യാനോ? മുഖം കഴുകാനല്ലേ? എടാ, അവള് ചാടി. അപ്പൊ ആത്മഹത്യ തന്നെ. അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. അവള് ചത്ത വീരപ്പക്കുറിപ്പ് നമ്മളെ വെറുതെ വിടും. അപ്പൊ രക്ഷിക്കണം. അവളെ
കാണുന്നില്ലല്ലോ, പുലിവാലാകോ? നീ ചാട്. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീന്താൻ അറിയുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചോണ്ട് എനക്കറിയില്ല. വരാം. ഇനി ഒന്നും നോക്കാനില്ല. നിന്റെ കൈ പിടിച്ചേ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നിട്ട് 1 2 3 എന്ന് ഞാൻ പറയും. അപ്പൊ ഒറ്റച്ചാട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു പാട്ടിന് പണ്ടേ കുടിക്കത്തല്ലായിരുന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ പിന്നെ ചാടേണ്ടി വരൂല. 1 2 ആ, நல்ல வேலை குடிக்கல. നിക്കാം. தகுதானி தகுதானி இது நல்ல மியூசிக் பாரு. நிறைய இடத்துல கேட்டிருக்கேன். காமெடி இதா காமெடி மியூசிக் பண்ணுவாங்க. அது இது இல்லை நினைக்கிறேன் സിമിലർ തന്നെയാണോടാ പോകുന്നത്? അവളാകെ മാറി. ദേഹത്തുണ്ടായിരുന്ന ചെളി കഴി പോയപ്പോ ഒന്ന് വെളുത്ത് സുന്ദരിയായതാ. വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണുവേ. ഓ, ഈ പുഴയെ ചാടിയ ഇത്രയും സൗന്ദര്യം കിട്ടുമെങ്കിൽ ഞാനും ഒന്ന് ചാടിയേനെ. നീ വെറുതെ ചാടിപ്പോഴ ചീത്തയാക്കണ്ട. ചീത്തയാക്കണ്ട. ഇനിയിപ്പൊ ഇവള് എന്റെ പെങ്ങളാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂല. पैसा पैसा ഓ, പൈസ 100 രൂപ. सुरू चार्ज का पड़ते ना इसको लास्ट लेको तो जास्ती ना മനസ്സിലാകുന്ന ഭാഷ പറവച്ചേ. अर्धुर्ती बासले आज पाना देना अद्रु गाड़दा चुपते ना बा എത്രയാ മോനെ ഇതിന്റെ വില? 100 രൂപ. 100 രൂപയോ? അത് ഇച്ചിരി കൂടുതലല്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. മോക്കാണ് ഇത് നന്നായി ചേരുന്നു. அடிக்கிறதுக்கு கண் பிடிச்சு அடிச்சு ஒரு பொருள் அங்கிள் குரட்டி. എന്താ നീ പല്ലിന്റെ ഇടയ്ക്ക് കുത്തി നിൽക്കണേ? ഓക്കെ. പാല് കുടിച്ചിട്ട് പല്ലിന്റെ കയറിയതാ. ആ ബസന്തി എങ്ങാണ്ട് വീണിട്ട് പെടലി ഇടുപ്പ് ഉളുക്കി. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുത്തു ആവി പിടിക്കാനായി. ഇടുപ്പൊളിക്കുന്ന നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ കൃഷ്ണേട്ടൻ പറഞ്ഞതാ. ഞാൻ നോക്കിട്ട് വരാം. ഇവിടെ വന്ന് നീയല്ലേ പറഞ്ഞത് ആ കുട്ടിയുടെ പെടലി ഉളുക്കി ഇടുപ്പൊളിക്കുന്നൊക്കെ പറഞ്ഞ ആവി പിടിക്കാൻ ഇല്ല. അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാ മതി. മിണ്ടാതിരി. ചെന്നോക്ക്. എങ്ങനെ നോക്കണത്? ഇത് നീ നോക്കൊന്നും വേണ്ട. നീ ചെന്നിട്ട് ആംഗ്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചാ മതി. ഞാൻ പോയി കൃഷ്ണന്റെ കണ്ടിട്ട് ബസന്തി അതിനകത്ത് എന്നിട്ട് കണ്ണിന്റെ കെട്ടൂരും ഞാൻ നിന്റെ എല്ലൂരും പറഞ്ഞേക്കാം. ஐயோ சுடுதண்ணில சுடுதண்ணில உட்கார போறாரா? ஆமா. ആക്രാന്തം കൊണ്ടൊന്നും വന്നതല്ല. കുട്ടിയുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാ. എന്റെ ദൈവമേ, പറയാൻ പറ്റാത്തടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത്. ആ ഒടുക്കത്തവന്റെ കെട്ട് കാരണം നോക്കാനും പറ്റണില്ല. പൂനാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവൊന്നുമില്ല. ഞാനും വരാ, എനിക്കും വേദന ഉണ്ട്. ഒറ്റക്ക് പോവണ്ട ബസന്തി, നല്ല വേദന ഉണ്ട്. അതാ ഞാൻ വരാ കൂടെ. എങ്ങനെ ഒന്ന് പറഞ്ഞാലും മനസ്സിലാവൂല. ഒടുക്കത്തൊരു കെട്ടും ഞങ്ങൾ പോയി. ஓ, ஆக்ஷன் பிளாக்கா? ஓகே, எனக்கு ஞாபகம் இல்ல சுத்தமா. ஓடு. இவர் அசோகன் எந்நேரமும் ஏதோ சிவப்பு கலர் போட்டே இருக்கார்ல. ஒன்னு சிவப்பு கலர் டிராயரு, இப்ப சிவப்பு கலர் ஷர்ட். பிரைட் கலர்ஸ் போடுறாங்க. ஸ்டெப் yellow. கரெக்ட் தான், பட் ரெட் எந்நேரமும் இருக்க விட்ட. ஓ, அசோகனால எனக்கு ரெட் ஆயிடுதோ. ப்ராப்ளி உள்ள எல்லோ போட்டுக்காரு பட் இப்போ. டோர் ஃபிக்ஸ் இல்ல, டிரைவர் டோர் இது வந்து பேசஞ்சர் டோர். பரவாயில்ல, எவ்வளவு தூரம் தாங்குது. இதாங்க. ചോദിക്കാനും പറഞ്ഞായിരുന്നോ പന്നികളെ? ഇനി പരിസരത്ത് കണ്ടു പിന്നീട് இதே இடத்துல என்ன வண்டி இருக்கு? பார்க்கிங்களா? மாட்டிச்சு. ஐயோ, கீரை பிடிக்கிட்டாரு. ஐயோ ஐயோ போட்டானுங்கடா பிஜே மறுபடியும். ஆமா, அதே விஜயம் தான் போடுறாரு. സോറി, ഞാൻ കണ്ടില്ല. ஓகே, நான் வந்து பார்ட் 2 ஸ்டார்ட் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம். பாய் பாய். பாய்.